എല്ലാവരും കൂടി കൊച്ചിനെ കൊന്ന? അയ്യോ ഞാനല്ല. തന്റെ മെമ്പറാ, ഒറ്റയടിക്ക് ആള് തട്ടിപ്പോയി. സജനെ എടി, ഞാൻ ഇവളെ അടിച്ചതാ. അടി മാറിയതാണെങ്കിലും തട്ടിപ്പോയില്ലേ മെമ്പറെ? ഇനിയിപ്പോ പോലീസ് വരും, മെമ്പർ അകത്താവും. അങ്ങനെ നീ എന്നെ അകത്താക്കാൻ നോക്കണ്ട. നീ ഒറ്റ ഒരുത്തി ഇതിനെല്ലാം കാരണം. ഞാനെന്തോ ചെയ്ത്? മെമ്പറല്ലേ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. എവളെ തല്ലിക്കൊന്ന് ചാക്കി കെട്ടി വെച്ചേക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളെ പറ്റിക്കാൻ നീയല്ലേ കൊച്ചിനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? എല്ലാം ഒപ്പിച്ചത് നീ ഒറ്റ ഒരുത്തിയാ. ഓ തന്നെ, നീയും നിന്റെ അമ്മായിയും പിന്നെ ഈ മെമ്പറും എല്ലാ എണ്ണത്തിനെ പോലീസ് പിടിക്കും. പിന്നെ കുറെ പിടിക്കും. മര്യാദയ്ക്ക് അവളെ എടുത്തോണ്ട് പൊയ്ക്കോണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. അമ്മച്ചി, ഞാൻ ചെറുതായിട്ടൊന്ന് തൊട്ടതേ ഉള്ളൂ, അല്ലാതെ കൊല്ലാനൊന്നുമല്ല. മെമ്പർ ഒന്നും പറയണ്ട. ഈ കൊച്ചിന്റെ ശവം എന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ മാറ്റണം. അത് തന്നെ, നിങ്ങൾ രണ്ടോ ഇതെല്ലാം ഒപ്പിച്ചത്. ഈ ശവം ഇപ്പൊ കൊണ്ടുപോയിക്കോളണം. സജനെ, ഞാൻ നിന്നെ സഹായിക്കാൻ വന്നതല്ലേടി. ഒരു പെങ്കൊച്ചിനെ തല്ലി കൊല്ലുന്നതാണോ സഹായം? എന്നാലും മെമ്പറെ, ഇതൊരുമാതിരി രക്ഷാപ്രവർത്തനം പോലെ ആയിപ്പോയി. നീ വാടി, ഇവർക്ക് 5 മിനിറ്റ് സമയം കൊടുക്കും. അതിനകം ഈ ശവത്തിനെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ വിളിക്കും പോലീസിനെ. അമ്മയുടെ ക്ലാസ്മേറ്റിന്റെ കുഞ്ഞമ്മയുടെ മോളുടെ മോനാണ് ഇവിടുത്തെ SI. അമ്മ വെറുതെ ഒന്ന് വിളിച്ചാ മതി, അപ്പ വരും പോലീസ് വണ്ടി. സദാ സേവന സന്നദ്ധയായ ഒരു മെമ്പർക്ക് വന്ന ഗതികേടെ അനുഭവിച്ചോട്. അയ്യോടി, നിന്നെ പോലുള്ള പിന്തിരിപ്പ മൂരാച്ചികളാണ് ഈ വാർഡിന്റെ ശാപം. എന്തായാലും മെമ്പർ അകത്തി തന്നെ. അകത്താവുമെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാവൂല, നിന്നെ കൊണ്ടേ ഞാൻ പോവൂ. ശരിക്കും ഇവള് കാഞ്ഞു പോയാ? ആ തള്ള പറഞ്ഞ പോലെ പോലീസിനെ തന്നെ വിളിക്കൂ. അവര് പറഞ്ഞ പോലെ ചെയ്യുന്ന ടൈപ്പാ. എന്തായാലും ഇവളെ ഇവിടെ നിന്ന് മാറ്റുന്നതാ നമുക്ക് നല്ലത്. എന്നിട്ട് ഇവളെ വല്ല പൊട്ടക്കെട്ടിലും തള്ളിയാലോ? നീ എനിക്ക് തൂക്കേറ് വാങ്ങി തന്നാലേ അടങ്ങുള്ളല്ലേ. നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? അല്ല മെമ്പറെ, നീ ഒന്നും ചെയ്യണ്ട. തൽക്കാലം ഒരു ചാക്ക് കിട്ടുമെന്ന് നോക്ക്. ഈ ചാക്കേട്ടിൽ എന്താന്ന്? ഒന്നുമില്ല. ഇത്രയും വലിയ ചാക്കേട്ടിൽ ഒന്നുമില്ലെന്നാ? അതെ, ഈ പഞ്ചായത്തിൽ നിന്ന് കർഷകർക്ക് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങളാ നമ്മുടെ സംസ്ഥാന വിഹിതം. അത് ശരി. ഇപ്പം പഞ്ചായത്തിൽ നിന്ന് ആനുകൂല്യങ്ങളെല്ലാം ചാക്കിലാണോ കൊടുക്കണത്? പഞ്ചായത്തിൽ നിന്ന് ഇപ്പൊ ആനുകൂല്യങ്ങൾ ചാക്കിലാണ് കൊടുക്കണത്. മനസ്സിലായ? അങ്ങോട്ട് നടക്കും മെമ്പറെ. ഇത്തിരി തിരക്കുണ്ടേ, നമുക്ക് പിന്നെ കാണാം. മെമ്പറെ, എന്റെ വിഹിതം തന്നിട്ട് പോ. നിങ്ങളുടെ വിഹിതം അങ്ങ് വീട്ടിൽ കൊണ്ടുതരും. ഇതെന്തോ ഉടായിപ്പാണ്. ഈ മെമ്പറും ഇവളും കൂടെ പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് അങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ടങ്ങനെ പോണതാണോ? മെമ്പറെ, ആ തള്ള പിറകെ തന്നെ ഉണ്ട്, വേഗം നടക്ക്. ഇവരെ എവിടെ നിന്ന് കെട്ടിയെടുത്തോണ്ട് വന്നതാ ഈശ്വര? മെമ്പറെ, എന്റെ കാല് വേദനിക്കണം, നമുക്കിത് എവിടെയെങ്കിലും വെക്കാം. എന്നിട്ട് വേണം ആ തള്ള കണ്ടുപിടിച്ച് നാട്ടുകാരെ വിളിച്ചു കൂട്ടാൻ. ഞാനിപ്പോ ഇത് താഴെ ഇടും. ഇട്ടോ നിന്നെ ഞാൻ കൊല്ലും. നീ ഒറ്റ എടുത്ത് കാരണം ഈ മാറിന് എന്റെ തലയിലൊന്ന് കയറിയത്. എന്റെ പൊന്നു മെമ്പറെ, എനിക്ക് നീ ഇത് ചുമന്നോട്ട് നടക്കാൻ വയ്യ. ഇത് ഇവിടെ ഞാൻ വെക്കേ. ആ തള്ള കാണൂലേ? അവരെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഒന്ന് ഇറക്കി വെക്കേ. നല്ല കനം ഉണ്ടെന്ന് തോന്നണല്ലോ. അത് നിങ്ങൾക്ക് എന്താ? ഞങ്ങളല്ലേ ചുമക്കണത്. എന്റെ വീതം ഇനി കിട്ടിയിരുന്നെങ്കിൽ അതിൽ കുറച്ച് ചുമന്നാ പോരെ. നിങ്ങളൊരു വിഹിതം എന്റെ വായിരിക്കണ കേക്കണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോ. നീ എന്റോടെ കാര്യം ചൂടാവണേ തന്നെ. എന്റെ വിഹിതം ഞാൻ മെമ്പറിന്റെ അല്ലേ ചോദിച്ചോളൂ. ഇത് കർഷകരുടെ വിഹിതമാണ്. നിങ്ങളുടേത് അടുത്ത ആഴ്ചയെ വരുള്ളൂ. ഞാൻ വീട്ടിൽ കൊണ്ടുതരാം. അടുത്ത ആഴ്ച തന്നെ തരുമോ? തരും, വീട്ടിൽ കൊണ്ടുവന്ന് തരും. ഞാനല്ലേ പറയുന്നത്. ഇപ്പം പോയാട്ടെ. അയ്യോ, എന്തടി? എന്റെ ഫോൺ കാണാനില്ല. അത്രേ ഉള്ളൂ. ആ ഫോണിലെ അവിടെ നടന്നതെല്ലാം ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. തെളിവുകള്. അത് ആരുടെങ്കിലും കയ്യിൽ കിട്ടിയ നമ്മളെല്ലാരും കുടുങ്ങും. അയ്യോ, അതിനാ ഞാനും വിളിച്ചത്. നീ അത് എവിടെ കൊണ്ട് തൊലച്ചടി? അടി തുടങ്ങുന്നത് വരെ ഫോൺ എന്റെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പോഴില്ല. അപ്പോഴത് അവിടെ എവിടെയെങ്കിലും കാണും.
എന്നാ നീ വേഗം വാ, നമുക്ക് പോയി നോക്കാം. അപ്പഴിതാ ചത്തവൾ ഇനി ഇറങ്ങി നടക്കാനും ചെയ്യില്ലല്ലോ, നീ വാ. ഇത്ര ബുദ്ധിയില്ലാത്തൊരു സാധനം, ഒരു കുഞ്ഞു മൊബൈൽ പോലും സൂക്ഷിക്കാൻ അറിയാത്ത എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിങ്ങളെല്ലാം കൂടി എന്നെ എടുത്തിട്ട് പെരുമാറാൻ വരുമ്പോ മൊബൈലും പിടിച്ചോണ്ട് ഞാൻ അങ്ങ് ചുമ്മാ നിന്ന് തരാം. ആ, ഇനി ചുമ്മാ നിന്നു കൊടുത്താ മതി, പോലീസുകാർ ഇടിവണ്ടിയും കൊണ്ട് വരും. നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞടിക്കാതെ മൊബൈൽ കണ്ടുപിടിക്കാൻ നോക്ക്. അയ്യോ, എനിക്ക് കണ്ണും കാണാൻ വയ്യ, ചെവിയും കേൾക്കാൻ വയ്യ. ആ മൊബൈൽ എങ്ങാനും ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയ എന്റെ രാഷ്ട്രീയ ഭാവി. ആ ചാക്കേട്ടിലെ ശവ ആരെങ്കിലും കണ്ടാലും മെമ്പർ അകത്തി തന്നെ. കെ വിമാനത്താവളത്തിന് അളവെടുത്തോണ്ടെന്ന എന്നെ ഈ കുരുക്കി ചാടിച്ചത് നീയാണ്. ഞാൻ അകത്ത് കിടക്കുമെങ്കിൽ കാരണക്കാരിയായി നീയും അകത്ത് തന്നെ കിടക്കും. ഞാൻ മാപ്പ് സാക്ഷിയാവും. അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് മാരാരി വക്കീലിനെ വരുത്തിയിട്ടാണെങ്കിൽ ഞാൻ രക്ഷപ്പെടും. അറിയാൻ വയ്യാണ്ട് ചോദിക്കുക, എന്നെ കൊടുക്കാൻ ആ പ്രതിപക്ഷക്കാരെന്ന് കാശും വാങ്ങി കരുതിക്കൂട്ടി ഇറങ്ങിയിരിക്കുകയാണോടി നീ? ഓ പിന്നെ, നിങ്ങളങ്ങോട്ട് മൊബൈൽ നോക്കും മെമ്പറേ. എടി, ഇവിടെ എങ്ങും കാണുന്നില്ല. ഇനി ആ വീട്ടിന്റെ മുറ്റത്തെങ്ങാനും ആവോ? ആ തല്ലേ പേടിച്ച് അങ്ങോട്ട് പോവാനും പറ്റൂലല്ലേ. ഇനി ഇവിടെ നിന്ന് സമയം കളഞ്ഞിട്ട് കാര്യമില്ല. ആ ചാക്കേട്ട് അവിടെ വച്ചിരിക്കണത് അപകടമാണ്. ആ ശവ ആരെങ്കിലും കണ്ടാലും പണി പാളും. നമുക്ക് ആദ്യം ആ ചാക്കേട്ട് അവിടെ നിന്ന് മാറ്റണം. നീ വാ. എവിടെയാണ് ചാക്കേട്ട്? ആ ഈശ്വര, അത് എവിടെ പോയി? ശവ എന്തായാലും തനിയെ നടന്നു പോകൂല. ഇത് അവര് പൊക്കിക്കൊണ്ട് പോയത് തന്നെ. ആര്? ആ രാധമ്മ. അവര് നമ്മളെ പിറകെ പതുങ്ങി വന്നത് മെമ്പർ മറന്നാ. അവർക്കെന്തിനാടി ആ ശവം? സംസ്ഥാന സർക്കാരിന്റെ വിവിധ ചാക്കിലാണെന്നല്ലേ മെമ്പർ തട്ടിവിട്ടത്. അത് ഞാൻ അവരെ ഒഴിവാക്കാൻ പറഞ്ഞതല്ലേ. സംസ്ഥാന സർക്കാരിന്റെ വിഹിതമൊന്നും കരുതി അവര് ചാക്കേട്ടും ചുമന്നോട്ട് പോയിട്ടുണ്ട്. അതിന് തുറന്നു നോക്കുമ്പോ പേടിച്ച് തള്ള ശവ ആവാതിരുന്നാ മതി. നീ വാടി, അവരത് തുറക്കുന്നതിന് മുമ്പ് നമുക്ക് അങ്ങോട്ട് പോവാം. എന്നാലും ഇത്രയും വിവിധം മുമ്പറും അവളും കൂടെ അടിച്ചു മാറ്റിയല്ല. ഇത് കാശാവുമോ ഫണ്ടായിരിക്കുമോ? ഫണ്ടായിരിക്കും. ഇത് എന്നെ പഞ്ചായത്തിൽ ചെന്നാൽ ഫണ്ട് വരട്ടെ ഫണ്ട് വരട്ടെ എന്ന് പറയണത്. അയ്യോ, അവളുമാർ വന്നാ? തള്ള ഇങ്ങോട്ട് ഇറങ്ങി വരായി. തള്ള നിന്റെ തള്ള. നിങ്ങൾക്കെന്താ ചെവി കേട്ടൂടെ? നീ തന്നെയാടി എന്റെ വീട്ടിന്റെ മുന്നിൽ വന്ന് കൂവണത്. രാധമ്മ, ഞങ്ങളുടെ ചാക്ക് കെട്ട് കാണുന്നില്ല. ഏത് ചാക്ക് കെട്ട്? ഞങ്ങൾ ചാക്കേട്ടും ചുമന്നോണ്ടെന്ന് നിങ്ങൾ കണ്ടതല്ലേ? ആ അതാ. ആ ചാക്ക് കെട്ട് തന്നെ, അതിപ്പോ കാണാനില്ല. അതല്ലേ നിങ്ങൾ ചോന്നോണ്ട് പോയത്? ഞങ്ങളത് അവിടെ ഇറക്കി വെച്ചപ്പോ നിങ്ങൾ കണ്ടതല്ലേ? അതിനാ മര്യാദക്ക് ഞങ്ങളെ ചാക്കേട്ട് എടുത്തോണ്ട് വാ. അതിനെ ഞാൻ അവിടെ നിന്ന് എടുത്തോണ്ട് വരാൻ. നിങ്ങൾ എവിടെ കൊണ്ട് ഒളിപ്പിച്ചോ അവിടെ നിന്ന് എടുത്തോണ്ട് വന്നാ മതി. നീ പോടി അവിടെ നിന്ന്. നിന്റെ ചാക്കേട്ടൊന്നും ഞാൻ എടുത്തില്ല. രാധമ്മ, കാര്യം അല്പം സീരിയസാ. അബദ്ധത്തിലെങ്ങാനും എടുത്തെങ്കിൽ അതങ്ങ് തന്നേക്കും. താന്റെ മുമ്പറ എന്നെ പിടിച്ച് കള്ളിയാക്കാൻ നോക്കല്ലേ. പഞ്ചായത്തിൽ നിന്ന് ഫണ്ടടിച്ച് ചാക്കി കെട്ടിക്കൊണ്ട് പോണത് എന്റെ പണിയല്ല. ഇവരോട് സംസാരിച്ചു തന്നിട്ട് കാര്യമല്ല. സാധനം ഈ വീട്ടിൽ തന്നെ കാണും. നമുക്ക് കയറി നോക്കാം. പിന്നെ നീ കയറും. എന്റെ പടിയിൽ കാല് വെച്ച ആ കാലിനെ ഞാൻ വെട്ടും. എന്നാ നിങ്ങൾ വെട്ട്. എടി, ആള് കൂടിയ പ്രശ്നമാവും. ആഹാ, ആളറിഞ്ഞ പേടി ഉണ്ടല്ലേ. എന്റെ പൊന്നു രാധമ്മേ, അത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങത്താ. നിങ്ങൾ വിചാരിക്കും പോലെ അല്ല കാര്യങ്ങൾ. ഇനി എന്തായാലും വന്നാലും മരണടുത്ത് വെച്ച് കാണാം. മുമ്പ് അവളെ വിളിച്ചോണ്ട് പോ. ചാക്കേട്ടും കൊണ്ടേ ഞങ്ങൾ പോവോളൂ. ആഹാ, ഇപ്പൊ ശരിയാക്കി തരാം.
അയ്യോ നാട്ടുകാരെ ഓടി വരണേ, മുമ്പറും ഇവളും കൂടെ എന്റെ വീട് ആക്രമിക്കാൻ വരണേ, എന്നതാ കൊല്ലണേ. മെമ്പറെ ഈ തള്ളക്ക് ഭ്രാന്തായെന്നാ തോന്നണം. ഇനി ഇവിടെ നിന്നാ പ്രശ്നമാവും. അയ്യോ അവളുമാരൊക്കെ പോയാ. എൻ്റെ അടുത്താണ് കളി. അവളൊരു മെമ്പറും ഒരു ചിങ്കിടി പോലും. അയ്യോ അയ്യോ എൻ്റെ ഫണ്ട്. Look, old lady. I am Marina Mexica Vaspucci. Where is my baggage? ക്യാബേജാ? My passport, dollar, and my baggage. You stole that, and you put me in this sack. അത് ശരി, അപ്പം ചാക്കിക്കാരി വന്ന നീയാണല്ലേ? Shut up. Give my baggage. മിണ്ടാതെ റെഡി. അവളൊരു ക്യാബേജ്. I want my baggage, passport, and dollars. നിന്റെ പാസ്ബുക്കും ക്യാബേജും ഒക്കെ ആ മെമ്പറിന്റെ അടുത്ത് ഒന്ന് ചോദിയില്ലേ? No cabbage and passbook. Only passport, dollars, and my baggage. Bring me that all. I want return to my country. Oh God, that is my bag. വെയ്യടി അവിടെ, ഇത് എന്റെ ചെറുമാളതാ. No. മര്യാദയ്ക്ക് അവിടെ വെച്ചോ. എന്റെ അടുത്ത് കളിക്കാൻ വരല്ലേ, ഞാൻ പഴയ കളരിയാണ്. Where is my passport? നിന്റെ ഒരു പാസ്ബുക്ക് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവൂലേ? ഇടതു മാറി വലതു മാറി അമർന്നിരുന്ന് വലത് വീശി ഇടത് വീശി. Here. This house completely my house. This owner Sajana Galas. പാടിയിടുന്നു. ഹൗസ് ഓണർ സുശീല തങ്കപ്പൻ. അവള് കരുവട്ടക്കാരിയാണ്. എന്നെ ശരിക്കും പെരുമാറി. മെമ്പർ വന്ന് എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോണേ. ഇതിനൊന്ന് വിളിച്ചോണ്ട് പോടേ. അത് കൊള്ളാം. ഓട്ടി ചോദിക്കാൻ വരുമ്പോ ഇങ്ങനെയൊന്നും അല്ലല്ലേ. ഞാൻ കൊണ്ടുതരാം. ഇപ്പൊ ചെന്നാട്ടെ.